വിളപ്പിൽ പഞ്ചായത്തിലെ കാവിൻപുറം വാർഡിൽ ഇത്തവണ ബി.ജെ.പി. എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സജിത് ശശിധരനാണ്. കാവിൻപുറം വാർഡിന്റെ വികസന തുടർച്ചയ്ക്ക് ഒരു വോട്ട് എന്നതാണ് സജിത് ആവശ്യപ്പെടുന്നത്. കാവിൻപുറം വാർഡിൽ ഇത്തവണ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിൽ ഒട്ടും പിന്നോക്കം പോകാതെ ശക്തമായ മത്സരമാണ് ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത്. തരംഗം ബി.ജെ.പി. എൻ.ഡി.എക്ക് അനുകൂലമാകുമെന്നാണ് പാർട്ടിയും കണക്കുകൂട്ടുന്നത്. എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് സജിത് ശശിധരൻ. ഞാൻ കാവുംപുറം വാർഡിൽ എൻ.ഡി.എ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഈ വാർഡിലെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്താനാണ്. നിലവിൽ നമ്മുടെ വാർഡ് ആദ്യമായാണ് ബി.ജെ.പി. കാവുംപുറം വാർഡ് ജയിക്കുന്നത്. 35 കൊല്ലത്തോളം LDF ഭരിച്ചൊരു വാർഡ് കൂടിയാണ്. നിലവിൽ നമ്മളിവിടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. നിലവിലെ മെമ്പറിൻ്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. നിലവിൽ നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വാർഡിൽ വോട്ട് ചേർത്ത വാർഡ് എന്നത് കാവുംപുറം വാർഡാണ്. 380ഓളം വോട്ടാണ് നമ്മൾ ഒരു വാർഡിൽ ചേർത്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ കള്ളവോട്ട് പ്രചരണം നടക്കുന്ന ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വാർഡിൽ ഒത്തിരി താമസമില്ലാത്ത ആൾക്കാരുടെ വോട്ട് നിലവിൽ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഒത്തിരി തവണ പരാതി കൊടുത്തിട്ടും ഒത്തിരി തവണ അപേക്ഷകൾ തെളിവ് സഹിതം സമർപ്പിച്ചിട്ടും നമുക്ക് ഇത് മാറ്റി കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് താമസം മാറിപ്പോയി 10-15 വർഷം കഴിഞ്ഞ വരെ വോട്ട് വരെ ഈ വാർഡിൽ കിടപ്പുണ്ട്. എന്നാലും അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരുടെ സഹകരണത്തോടെ 380ഓളം പുതിയ വോട്ടർമാരെ നമുക്ക് ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വികസന തുടർച്ചയ്ക്കും ഈ 35 കൊല്ലം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ 5 കൊല്ലം കൊണ്ട് ചെയ്തു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ഇലക്ഷനെ നമ്മൾ നേരിടുന്നത്. എന്തായാലും വിജയം ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ.ഡി.എക്കുമെന്ന് യാതൊരു സംശയവുമില്ല. നമുക്ക് അനുകൂലമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ എല്ലാ വീടുകളിലും ഈ ഒരു ഫോം സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന ഒരു പേരിൽ എല്ലാ വീടുകളിലും കൊണ്ട് LDF കൊടുക്കുകയാണ്. ഈ പദ്ധതി യാതൊരു വിജ്ഞാപനമോ ഒന്നും ഇല്ല എന്ന് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി തന്നെ നേരിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും മെസ്സേജ് ഇട്ടാണ്. മുഴുവൻ വീടുകളിലും ചെന്നിട്ട് പറയുന്നത് 35-നും 60-നും അകത്തുള്ളവർക്ക് 1000 രൂപ പ്രതിമാസം കിട്ടുന്നതിനുള്ള ഫോമാണ്. ഇതിപ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്തെങ്കിൽ ഇപ്പം നിങ്ങളുടെ പൈസ കിട്ടില്ല എന്ന് പറഞ്ഞ് വ്യാപകമായ കള്ളപ്രചരണം നടക്കുകയാണ്. ബി.ജെ.പി. വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് ഉള്ളത് കൊണ്ട് ഈ കള്ള ആരോപണങ്ങൾ നടത്തി വിജയം നേടാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ഫോം കിട്ടിയ എല്ലാവരോടും പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം ഇത് കേരള സർക്കാർ വിജ്ഞാപനമാറ്റോ യാതൊരു രേഖയുടെ അടിസ്ഥാനത്തിലോ ഫോം വിതരണം ചെയ്യുന്നതോ പറഞ്ഞിട്ടില്ല. അത് വിളപ്പിൽ സെക്രട്ടറി തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും അറിയിച്ചിട്ടുള്ളതാണ്. കാവിൻപുറം വാർഡിലെ വികസന തുടർച്ചയ്ക്ക് എൻ.ഡി.എ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി എന്നെ താമര ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.